എന്നാൽ നമ്മുടെ ന്യൂജന് ഒരു ക്രിഞ്ച് ഭാഷകളൊക്കെ ഉൾപ്പെടുത്തി കാണാവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഒരു മൂവിയാണ്. ഹലോ ഓൾ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മൂവിയുടെ തുടരും മൂവിയുടെ കുറച്ച് അഭിപ്രായങ്ങൾ എൻ്റെതായ രീതിയിൽ ഒരു ചെറിയൊരു റിവ്യൂ പറയാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എമ്പുരാൻ കണ്ടതിന് ശേഷം എല്ലാവരുടെയും എസ്പെഷ്യലി ലാലേട്ടൻ ഫാൻസിന് ചെറിയൊരു കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ മുണ്ടെടുത്ത് കണ്ടില്ല, ഒരു കോണ്ടന്റ് ഓറിയൻറ്റഡ് ഒരു പടം കണ്ടില്ല എന്നുള്ളതായിരുന്നു. ഇതിൽ ലാലേട്ടൻ തകർത്ത് മുണ്ടൊക്കെ ഉടുത്ത് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എത്തിയിരിക്കുന്നത്. എനിക്ക് പിന്നെ പേഴ്സണലി ഫീൽ ചെയ്തത് ഒരു ദൃശ്യം മൂവി കാണുന്ന ഒരു ഫീലാണ് ഇതിനകത്ത് കിട്ടിയത്. ഈ മൂവിയുടെ ഡിറക്ഷൻ തികച്ചും വ്യത്യസ്തമായി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് എൻ്റെ നാട് കൂടിയാണ് പത്തനംതിട്ട. അപ്പം അതിൻ്റെ പ്രകൃതി രമണീയമായ ഭംഗിയും ഇതിൽ ചേർത്ത് വെച്ചിട്ടാണ് ഈ മൂവി എടുത്തിരിക്കുന്നത്. തരുൺ മൂർത്തി നല്ല അടിപൊളിയായിട്ട് ഈ മൂവി ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി മോഹൻലാൽ ആൻഡ് മീനയുടെ മൂവി കൂടുതൽ ഒരു കോമ്പിനേഷൻസ് വന്നുകൊണ്ടായിരിക്കാം ശോഭനയുമായിട്ട്, പണ്ടത്തെ മൂവിയിലല്ല കേട്ടോ, ഈ മൂവിയിൽ ഒരു കെമിസ്ട്രി അത്രയും വർക്കൗട്ട് ആയിട്ടുണ്ടോയെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ബട്ട് ഇവരെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ തികച്ചും ഒരു മൂവി പോലും ഫ്ലോപ്പായിട്ടില്ല, എല്ലാം തന്നെ സക്സസ് ആണ്. കൊള്ളത്തില്ലെന്നല്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് അത്ര വർക്കൗട്ട് ആയ പോലെ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തില്ല. ഈ മൂവിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ വില്ലനാണ്. പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പുള്ളി നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു ലാലേട്ടൻ ഫാൻ പടം, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തകർപ്പൻ സ്റ്റോറിയുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ ഏതൊരു പ്രായക്കാർക്കും ഇരുന്ന് കാണാവുന്ന രീതിയിലുള്ള നല്ലൊരു ഫാമിലി മൂവിയാണ്. എസ്പെഷ്യലി നമ്മുടെ ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ ആ ഒരു 80s 90s എന്നൊക്കെ കാലഘട്ടത്തിൽ വന്ന ആൾക്കാർക്ക് തികച്ചും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നമ്മുടെ ന്യൂജന് ഒരു ക്രിഞ്ച് ഭാഷകളൊക്കെ ഉൾപ്പെടുത്തി കാണാവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷു കഴിഞ്ഞപ്പോൾ തുടരും, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ തുടരും തൂക്കി എന്നുള്ള രീതിയിലാണ് ഈ പടത്തിൻ്റെ റിവ്യൂസ് ഒക്കെ വരുന്നത്. എങ്ങും തന്നെ ഒരു നെഗറ്റീവ് റിവ്യൂസ് വന്ന് കണ്ടിട്ടില്ല. സോ എല്ലാവർക്കും പോയി ഈ ഒരു വിഷു ഈസ്റ്റർ കാലം കഴിഞ്ഞപ്പം ഈ ഒരു വീക്കെൻഡൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മൂവിയാണ് തുടരും. സോ ആരും തന്നെ മിസ് ചെയ്യണ്ട, എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ സ്വന്തം ലാലേട്ടനെ തീർത്തും ഒരു മുണ്ടും ആക്ഷനും ഒരു കോമഡി, ചെറിയ കുറച്ചൊക്കെ ചിരിക്കാനൊക്കെ ഉണ്ട് തുടക്കത്തിലൊക്കെ. ആൻഡ് സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ, ഫസ്റ്റ് ഹാഫ് വേറെ രീതി. ആൻഡ് ഓവറോൾ ഒരു ദൃശ്യത്തിൻ്റെ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അത് നിങ്ങളും പറയേണ്ടതാണ്, കാരണം ഇതിനകത്തെ സസ്പെൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. സോ ഗോ ആൻഡ് വാച്ച്. എന്തെങ്കിലും നിങ്ങൾക്ക് വേറിട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റിൽ പറയാവുന്നതാണ്. ടിൽ ദെൻ, ബൈ ബൈ.